എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗത്തിലെ മുൻകാല ചോദ്യങ്ങൾ വിവരിക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. ഒന്നുകൂടെ സെക്കൻഡ് മൊഡ്യൂളിലോട്ടേക്ക് വരുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് അനാലിസിസ് 10 മാർക്കാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചാണ് പല ടെസ്റ്റുകൾ ചെയ്യുന്നത് എന്നാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്തും ഇതിനെ 3 സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിച്ച് വെക്കാൻ പറ്റും. ഒന്നാമത്തത് തെർമൽ അനാലിസിസ്. അതിൽ പറഞ്ഞെങ്കിൽ TGA എന്താണ്, DTE എന്താണ്, അത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള TGA കർവ് എന്താണ്, ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സെക്കൻഡ് ക്രോമാറ്റോഗ്രഫിയാണ്. കോളം ക്രോമാറ്റോഗ്രഫി എന്താണ്, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് എന്താണ് ഇടയ്ക്കിടെ പറയുന്നതെന്ന് വെച്ചാൽ ആ സെയിം സിലബസ് തന്നെയാണ് നമുക്ക് ഇവിടത്തോട്ടേക്ക് തന്നിരിക്കുന്നത്. അന്ന് 15 മാർക്കിനായിരുന്നു കെമിസ്ട്രിയുടെ വെയിറ്റേജ് എങ്കിൽ ഇന്നത് 30 മാർക്കിലോട്ടേക്ക് മാറി, സിലബസിൽ യാതൊരു മാറ്റവും വരുത്താതെ. അപ്പോൾ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടില്ല. അതിനിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയുകയാണ്. ചോദിച്ചിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ P ടൈപ്പ് ഡോപ്പൻറ്റ് ഫോർ പോളി അനിലിൻ, അതെന്താണ്? അയഡിനാണ് ആൻസർ വരുന്നത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കപ്പെട്ടിട്ടുണ്ട് കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓസോൺ ഡേ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഗ്രീഡിയൻറ്റ് ഇൻ പോർട്ട്ലാൻഡ് സിമെൻറ്റ് റെഗുലേറ്റ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ്? ഓപ്ഷൻസ് സിലിക്ക, അയൺ ഓക്സൈഡ്, ജിപ്സം, അലൂമിന. അറിയാവുന്ന ആൻസർ ആണ്, ജിപ്സം ആണ് അതിൻ്റെ ആൻസർ. ദെൻ ചോദിക്കപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? TGA ക്യാൻ ബി യൂസ്ഡ് ഫോർ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അനാലിസിസ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് പോളിമേഴ്സ്. പോളിമേഴ്സിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ TGA യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിലബസിന് എന്താണോ പറഞ്ഞത് അത് തന്നെ. സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ചോദിക്കപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PM ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്ന പോളിമർ മെംബ്രെയിൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കെമിസ്ട്രിയുടെ പാർട്ടിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഈ സബ്ജക്റ്റുകളൊക്കെ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നതിനേക്കാളും 3 സബ്ജക്റ്റുകളും മാത്സും കെമിസ്ട്രിയും ഫിസിക്സും പാരലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ അത്രയധികം ടൈം നമുക്ക് വരുന്നില്ല. 60 ദിവസം ഓൾമോസ്റ്റ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷെങ്കിൽ അത് വൃത്തിക്ക് ഈ 3 സബ്ജക്റ്റും പാരലായിട്ട് നമ്മളൊരു സ്ട്രാറ്റജിക്കലി പ്ലാനിങ്ങോടുകൂടി പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 18 നടക്കുന്ന ആ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ ഈ AD എക്സാമിനേക്കാൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കവർ ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് AD എക്സാമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് 15 മാർക്കിൻ്റെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെങ്കിൽ IEOയിലോട്ടേക്ക് വരുന്ന സമയത്ത്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിലോട്ടേക്ക് വരുന്ന സമയത്ത് 30 മാർക്കിലോട്ടേക്ക് മാറുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താ ഒരു കാര്യം കിടക്കുന്നത്? സിലബസ് മാറുന്നില്ല, അതേ കണ്ടന്റ് മാത്രം വെച്ച് വേണം പഠിക്കാൻ. വെയിറ്റേജ് കൂടുന്നുണ്ട്. അപ്പോൾ വൈഡ് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് പഠിക്കണം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി വിഭാഗം മുൻകാല ചോദ്യങ്ങളെ വിശദമാക്കിയത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.